സാർ നമസ്കാരം. നമസ്കാരം. സാറേ, ഇപ്പോൾ ഈ പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യം പാകിസ്ഥാനെ തിരിച്ചടിച്ച സമയത്ത് ഇതൊരു തട്ടിക്കൂട്ട് യുദ്ധമായിരുന്നു എന്നുള്ള രീതിയിലേക്കുള്ള പ്രതികരണമാണ് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ നടത്തിയ ഒരു പ്രസ്താവന. അതിനുശേഷം അതിന് വലിയ പിന്തുണയായിട്ട് അവരുടെ പ്രവർത്തകരും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും വ്യാപകമായിട്ട് രാജ്യത്തുടനീളം ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഒരു സൈനികൻ എന്നുള്ള നിലയിൽ താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? ഈ കോൺഗ്രസിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതല്ല രാജ്യം ഭരിക്കുന്നവരുടെ നയം. ഇതിനു മുന്നേ പുൽവാമ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അന്ന് അതിനെ തിരിച്ചടി എന്നുള്ള നിലയ്ക്ക് ബാലാക്കോട്ട് നമ്മളൊരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. 300-ലധികം പേരെ അന്ന് നമ്മൾ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവത്തിന് ശേഷം രാഹുൽ ഗാന്ധി അദ്ദേഹം ചോദിച്ച ചോദ്യം എന്താണെങ്കിൽ, എത്ര പേര് മരിച്ചു, എത്ര ബോഡി അവിടെ നിന്ന് കണ്ടെടുത്തു, ഇതൊരു തട്ടിക്കൂട്ട് ആക്രമണമല്ലേ, വരാൻ പോകുന്ന പാർലമെന്റ് ഇലക്ഷന് വേണ്ടിയിട്ട് ഇത് BJP തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു നാടകമല്ലേ എന്നിങ്ങനെ എന്തൊക്കെ ആരോപണങ്ങൾ അന്ന് ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി, കോൺഗ്രസിന്റെ ഏറ്റവും മെയിൻ ആളാണ്, ലീഡറാണ്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ പേൽഗാമിൽ ഈ സംഭവം ഉണ്ടായപ്പം അതിനെ തിരിച്ചടിച്ചു. രാജ്യത്തിന്റെ ഏത് നടപടിയേക്കും ഒപ്പം നിന്നുകൊണ്ട് രാജ്യത്തിന് വേണ്ട സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഇപ്പൊ രാഹുൽ ഗാന്ധി ചോദിച്ചില്ലേ എത്ര പ്ലെയിൻ നഷ്ടപ്പെട്ടു, എയർഫോഴ്സിന് എത്ര പ്ലെയിൻ നഷ്ടപ്പെട്ടു എന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. അതുപോലെ എന്താണ് ഈ ഓപ്പറേഷൻ, എങ്ങനെ ഉണ്ടായി, എന്തൊക്കെ സംഭവിച്ചു, അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് വേണമെന്ന്. അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട ഈ വക നേതാക്കളോട് പറയാനുള്ള ഒരു അഭ്യർത്ഥന എന്താണെങ്കിൽ, അടുത്ത തവണ ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങൾ നടക്കുമ്പോൾ ആ ആക്രമിക്കാൻ പോകുന്ന സൈന്യത്തിനൊപ്പം ഇവരും കൂടെ അങ്ങ് ചേർന്നിരിക്കാം. അപ്പോൾ അവർക്ക് ലൈവായിട്ട് തന്നെ അവിടെ എന്താ നടക്കണേ എന്നൊക്കെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. കോൺഗ്രസ് ഇപ്പം ആകെ വിറളി പോകുന്നുണ്ട്. BJP എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ കണിശമായി അത് നടപ്പിലാക്കുന്നു. അതുപോലെ രാഷ്ട്രം ഭദ്രമായിട്ട് BJPയുടെ കരങ്ങളിലുണ്ട് എന്നിവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യമായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വൻ കുതിപ്പിനെ ഇവിടുത്തെ എല്ലാ ജനങ്ങളും BJPയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് ഇത് കണ്ട് വിറളി പോകുന്നുണ്ട്. വെറുതെ ആവശ്യമില്ലാത്ത വില കുറഞ്ഞ ജനങ്ങൾ പുച്ഛിക്കുന്ന തരത്തിലുള്ള ഈ ഓരോ ആരോപണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഞാനൊരു BJPക്കാരനാണ്. ഞങ്ങൾ ഇത് വിലക്കെടുക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ രാജ്യത്തെ സംബന്ധിച്ച് ഈ നമ്മുടെ അടൽ ബിഹാരി വാജ്പേയി പ്രതിപക്ഷ നേതാവ് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇതുപോലെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഒരു യുദ്ധ പ്രതിസന്ധി ഉണ്ടായ സമയത്ത് പൂർണ്ണമായിട്ടും രാജ്യത്തിനൊപ്പം നിന്ന, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുന്നൊരു നിലപാടെടുക്കുകയും വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായിട്ട് നിലകൊണ്ടൊരു നേതാവ് കൂടിയാണ്. പക്ഷേ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ആരും തന്നെ ഈ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് തയ്യാറാകുന്നില്ല. രണ്ടാമത്തെ വിഷയം, ശശി തരൂർ ഇതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിനൊപ്പം വിദേശ രാജ്യങ്ങളിൽ പോകാൻ ശ്രമിക്കുന്ന സമയത്ത് പോയപ്പോഴും അതിനെതിരെയെല്ലാം വിമർശിക്കുകയും പൂർണ്ണമായിട്ടും അതിനെ തള്ളിക്കളയുന്ന ഒരു രീതിയിലുള്ള നിലപാടായിരുന്നു കോൺഗ്രസിൻ്റെ. ഇതൊക്കെ രാജ്യത്തെ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്? ഒരിക്കലുമില്ല. ശശി തരൂർ ആരാണെന്നുള്ള ഇന്ത്യൻ ജനതയ്ക്ക് മുഴുവൻ അറിയാവുന്ന കാര്യം. അദ്ദേഹം വളരെ കഴിവുള്ളൊരു വ്യക്തിയാണ്. വിദേശ രാജ്യങ്ങളിൽ പോയി നമ്മുടെ നയം വ്യക്തമാക്കാനുള്ള ആ ഒരു പൂർണ്ണ യോഗ്യത അയാൾക്കുണ്ടെന്നുള്ള തിരിച്ചറിവാണ് അയാളെ ഈ ടീമിലേക്ക് ക്ഷണിച്ചത്. കോൺഗ്രസിൻ്റെ അടുത്ത് ലിസ്റ്റ് ആവശ്യപ്പെട്ടപ്പോൾ കോൺഗ്രസ് ശശി തരൂരിൻ്റെ പേര് കൊടുത്തില്ല. കാരണം അദ്ദേഹം അവിടെ പോയ ഷൈൻ ചെയ്യുന്ന ഇവർക്കറിയാം. ഇവർക്ക് അസൂയ, ഇതൊരു ഇന്റർനാഷണൽ അസുഖമാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒരു അസുഖമാണ്. പക്ഷെ ഇതൊക്കെ ഒരു വലിയ ഇന്റർനാഷണൽ ലെവലിലുള്ള അസുഖമാണ്. ഈ അസൂയ, കുശുമ്പ്, കുനിട്ട്, ഈ സാധനങ്ങളൊക്കെ അതിൻ്റെ ഒരു കൂടാരമാണ് ഈ കോൺഗ്രസ് പാർട്ടി. അതാണ് ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. കാരണം ശശി തരൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടെന്താ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ, ആദ്യം ഇന്ത്യ പിന്നെ രാഷ്ട്രീയം. മോഹൻലാൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യ മരിച്ചിട്ട് നാം ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം. ഈ വക വലിയ വലിയ വ്യക്തിത്വങ്ങൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുമ്പോൾ അതിനെ ഒരു വില കൽപ്പിക്കാണ്ട് പുച്ഛിച്ച് വെറുതെ വായ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് പത്രത്തിൽ 2 ദിവസം വാർത്ത വരുത്താന്നല്ലാണ്ട് ഇവറ്റേക്കൊന്നും ഒരു രാജ്യസ്നേഹമോ അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളോട് എന്തെങ്കിലും ഒരു ഇത് ഒന്നുമില്ല. ഈ നമ്മുടെ രാജ്യത്ത് നിരവധി പലസ്തീൻ അനുകൂലമായിട്ടുള്ള പ്രതിഷേധങ്ങളും സംഗമങ്ങളും എല്ലാം നടന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് കോൺഗ്രസും മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ, ഇവരാണ് ഇതിന് മുൻകൈ എടുത്തിരിക്കുന്നത്. പെഹൽഗാം ഭീകരാക്രമണം ഉണ്ടായിട്ട് ഈ ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ ഒരു പരിപാടി സംഘടിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണം എന്നുള്ള രീതിയിലേക്ക് ഈ ഭീകരതയിലേക്ക് ആകർഷിക്കപ്പെടുന്ന യുവജനങ്ങൾ, ചില ആളുകളെ അതിൽ നിന്ന് വേർപെടുത്താനുള്ള ഒരു പൊതുബോധത്തെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇവരെല്ലാം ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്? അതായത് ഈ നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ പാകിസ്ഥാനോ അല്ലെങ്കിൽ ചൈന ഒന്നല്ല. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ഇവിടെ ഉള്ളവർ തന്നെയാണ്. ഈ നാട്ടിലെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് ഈ രാജ്യത്തിനെതിരെ നിലകൊള്ളുന്ന ഒരു വലിയ വിഭാഗം ഇവിടെ ഇപ്പോഴും ഉണ്ട്. ഇതെല്ലാം നമ്മുടെ IBയും ഇന്റലിജൻസ് വിങ്ങുകളും മറ്റുള്ള ഏജൻസികളൊക്കെ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
സംയോജിതമായി ഇതിനെതിരെയൊക്കെ നടപടികൾ വരും. ഒരു കാര്യം ഉറപ്പാണ്, ഒരു കാരണവശാലും ടെററിസം ഈ മണ്ണിൽ അനുവദിക്കില്ല. അത് ഇന്ത്യൻ ജനത എടുത്തിട്ടുള്ള തീരുമാനമാണ്. ഇന്ത്യയിലെ നല്ലവരായ മുസ്ലിങ്ങളും അവരടക്കം ഉൾപ്പെടെ എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. ടെററിസം ഈ രാജ്യത്ത് ഒരു കാരണവശാലും അനുവദിക്കില്ല. കേരളത്തെ സംബന്ധിച്ച് ഇതുപോലെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ സർക്കാർ പല ഘട്ടങ്ങളിലായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടി ഈ തീവ്രവാദത്തിന് മതമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണമാണ്. യഥാർത്ഥത്തിൽ അത് ഇവിടുത്തെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു വിശദീകരണം തന്നെയാണ്. ഈ തീവ്രവാദികൾ കലിമ ചൊല്ലാനാണ് പറഞ്ഞത്. അപ്പോൾ അത് ഏതെങ്കിലും മതത്തിൻ്റെ ഭാഗമാണോ അല്ലെന്ന് ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. അത് ചൊല്ലിയവരെ അവർ വെറുതെ വിട്ടു, അല്ലാത്തവരെ അവർ വെടിവെച്ചു തന്നു. ഇതൊക്കെ പൊതുസമൂഹം ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ അതിന് മതമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് പറ്റുമോ? കൂടുതൽ എന്തെങ്കിലും തെളിവ് വേണോ? ആ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ പോരെ. ഇനിയിപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകണമെങ്കിൽ ഇതൊക്കെ പഠിച്ചിട്ട് വേണ്ടി പോണ്ടി വരുമെന്ന് വരെ ചിന്തിച്ചു തുടങ്ങി നമ്മൾക്ക്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്നുള്ള നിലയിലേക്കായിരുന്നു പെഹൽഗാം ഭീകരാക്രമണം ഉണ്ടായത്. ഇങ്ങനെ ഒരു ആക്രമണം ഇനിയും അടുത്തൊരു ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ പറഞ്ഞിരിക്കുന്നത്. മസൂദ് അസറിന്റെ കുടുംബത്തിലുള്ള 10 പേരാണ് ഈ ഒരു ഇന്ത്യയുടെ തിരിച്ചടിയിൽ അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു വലിയ രീതിയിൽ തിരിച്ചടി ഇന്ത്യക്ക് നൽകുമെന്നുള്ളൊരു സംഭവം കൂടി ഈ മസൂദ് അസർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭാവിയിൽ രാജ്യത്തെ സൈനികർ ഇത് പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കേണ്ട ഒരു കാര്യമായിരിക്കും അല്ലേ? നമ്മൾ ഏത് സമയത്തും ഇവരാക്രമിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മുടെ BSF പോലെയുള്ള ബോർഡർ സെക്യൂരിറ്റി വിങ്ങുകൾ. ഇവരെ ഏത് തരത്തിലും ഏത് രൂപേണ എങ്ങനെയൊക്കെ ആക്രമിക്കുന്നു ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഏതൊരു സാഹചര്യം നേരിടാൻ നമ്മുടെ രാജ്യം ഭദ്രമാണ്, സുശക്തമാണ്. നമ്മുടെ ഇന്റലിജൻസ് വിഭാഗം അങ്ങനെയുള്ള ഏജൻസികളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും സൂചന കിട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ 10 മടങ്ങ് ഇപ്പം നടന്നത് ഓപ്പറേഷൻ സിന്ദൂർ ആണെങ്കിൽ ഇനി വരാൻ പോണ ഓപ്പറേഷൻ സത്യനാശ് അല്ലെങ്കിൽ സർവനാശ്, അതായത് പാകിസ്ഥാൻ ഇല്ല, ഇനി അടുത്ത ഒരു അടി അങ്ങനത്തെ അടിയായിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ ഈ സൈന്യത്തിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ വർഷങ്ങളോളം സൈന്യത്തിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇപ്പോഴത്തെ ഒരു സൈന്യത്തിൻ്റെ സംവിധാനങ്ങളും അല്ലെങ്കിൽ ഗവൺമെൻറ് സൈന്യത്തോട് എടുക്കുന്ന നിലപാടുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഒരു താങ്കൾ പ്രവർത്തിക്കുന്ന സമയമായിട്ട് താരതമ്യം ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് മേഖലകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ നമുക്കൊരു നല്ലൊരു സ്ലീപ്പിംഗ് ബാഗ് പോലെ, അതുപോലെ ടെക്സ്റ്റൈൽ മെറ്റീരിയൽസ്, നമ്മുടെ ഈ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ഒരു വിധത്തിലുള്ള ടെക്സ്റ്റൈൽ മെറ്റീരിയൽസും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. പോർട്ടുകളും അതൊക്കെ ഉണ്ട്, കംപ്ലീറ്റ് ഉണ്ട്. എന്നിരുന്നാലും ഈ -4 ഡിഗ്രി 10 ഡിഗ്രി എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ അവിടുത്തെ ആ ഒരു കാലാവസ്ഥയ്ക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള തുണിത്തരങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നില്ല. അതുപോലെ നമ്മുടെ വെപ്പൺസ്, നമ്മുടെ ആയുധങ്ങൾ വളരെ വീക്കായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഈ ബൊഫോഴ്സ് എന്ന് പറഞ്ഞൊരു തോക്കിടപാട് നടന്നത്. സംഗതി അതിനകത്ത് ഒരുപാട് ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാർഗിൽ യുദ്ധത്തിൽ നമുക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു വെപ്പണാണത് ഈ ബൊഫോഴ്സ്. പിന്നീട് കാലഘട്ടത്തിനനുസരിച്ചിട്ട് രാഷ്ട്രം അന്ന് മാത്രമല്ല പ്രതിരോധം ഏറ്റവും അധികം അഴിമതി നടന്നിരുന്ന ഒരു മേഖലയാണ്. നമ്മുടെ ബഡ്ജറ്റിലെ ഒരു ബിഗ് പെർസെൻറ്റേജ് ഈ പ്രതിരോധത്തിനാണ് നമ്മൾ കൊടുത്തിരുന്നത്. ആ പണം മുഴുവൻ കൊള്ളയടിക്കലാണ് നടന്നിരുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കാർഗിൽ യുദ്ധത്തിൽ മരിച്ചപ്പോൾ മഹാരാഷ്ട്ര ഗവൺമെൻറ് അവിടെ ബോംബെയിലെ ആദർശ് എന്ന് പറഞ്ഞൊരു അപ്പാർട്ട്മെൻറ്റ് പണിതു. അത് കാർഗിൽ യുദ്ധത്തിൽ മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പണിത്. കോൺഗ്രസ് പറഞ്ഞു. അവരത് പണിയും ചെയ്തു. പക്ഷേ ദൈവകൃപയാൽ ഒരു അപ്പാർട്ട്മെൻറ്റ് പോലും ഒരു സൈനികന് കൊടുക്കലുണ്ടായിട്ടില്ല. അത്രമാത്രം അഴിമതിയാണ് അതിൻ്റെ മുകളിൽ നടന്നിരിക്കുന്നത്. ഒരു മേജറുടെ വൈഫ്, അന്ന് കാർഗിൽ യുദ്ധത്തിൽ മരണപ്പെട്ട ഒരു മേജറുടെ വൈഫ് എനിക്ക് ഈ അപ്പാർട്ട്മെൻറ്റ് വേണ്ട എന്ന് പറയുമ്പോൾ അവരുടെ വികാരം എന്തായിരിക്കുന്നത് ജനങ്ങൾ മനസ്സിലാക്കട്ടെ. അതാണ് അന്ന് ആ ഒരു വിവാദത്തിന് മുകളിൽ മഹാരാഷ്ട്ര ഗവൺമെൻറ് രാജിവെച്ച് പോകേണ്ടി വന്നു. അന്നത്തെ സംവിധാനം അതായിരുന്നു. പക്ഷെ ഇന്നത് മാറി. ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെപ്പൺ, അതുപോലെ റോഡ്, ഇപ്പോൾ എന്താ നമ്മുടെ ബോർഡറിലേക്ക്, അന്നൊക്കെ ബോർഡറിൽ എന്ന് പറഞ്ഞാൽ ഒരു എയർപോർട്ട് എന്ന് പറഞ്ഞാൽ 1-2 ഉണ്ടായിരിക്കും, അതും എയർപോർട്ട്സ് മാത്രം. ഇന്ന് ബോർഡറിൽ പണിതിരിക്കുന്ന റോഡുകൾ തന്നെ നോക്കൂ. ഏത് ഫ്ലൈറ്റിന് എപ്പോൾ വേണമെങ്കിൽ ലാൻഡ് ചെയ്യാവുന്ന തരത്തിലുള്ള റോഡുകളാണ് ആ ബോർഡറിൽ മുഴുവൻ പണിതിട്ടിരിക്കുന്നത്. അതുപോലെ സമസ്ത മേഖലകളിൽ സൈന്യത്തിനായാലും അവർക്കൊക്കെ ഇപ്പം എന്താ സാലറി, അതുപോലെ നിർഭാഗ്യവശാൽ അവർക്ക് എന്തെങ്കിലും ജീവത്യാഗം സംഭവിക്കുകയോ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുടുംബം ഗവൺമെൻറ് കയ്യിൽ ഭദ്രല്ലേ. അതുപോലെ ഇപ്പം കണ്ടില്ലേ, പെൺകുട്ടികളുടെ ഒരു ടീമാണ് ഇന്നലെ പാസിംഗ് ഔട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങിക്കുന്നത്, നേവൽ ടീം. അപ്പോൾ എത്രയോ ആളുകൾ ഇപ്പം സൈന്യത്തിൽ ചേരാൻ തയ്യാറായി മുന്നോട്ട് വരുന്നു. മാത്രമല്ല അവർക്ക് ഒരു ശമ്പളം അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതിനുപരി ഒരു ദേശീയത എന്നുള്ള സ്പിരിറ്റും കൂടെ ഉണ്ട്. അതൊന്നും കാണാനായിട്ട് ഇവിടുത്തെ ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഈ മുസ്ലിം ഇതുപോലെ ചില സംഘടനകൾ, നല്ല ഇഷ്ടം പോലെ നല്ല മുസ്ലിംസും നല്ല മുസ്ലിം സംഘടനകളുണ്ട്, അവർക്ക് അതൊന്നും കാണാൻ കഴിയുന്നില്ല. ഇന്ത്യയുടെ വളർച്ച അവർക്ക് ദഹിക്കുന്നില്ല. അതാണ് പറഞ്ഞത്.